everyone, welcome to Competitive Cracker. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മളൊക്കെ ജോലിയിൽ എളുപ്പവഴി കണ്ടെത്തുന്നവരാണല്ലേ. അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു MS വേർഡിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറുക്കുവഴി അന്വേഷിക്കുന്നവരാണ് ഈ ഒരു ഡോക്യുമെന്റ് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ആയിട്ടാണ്, ടിപ്പുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. Which shortcut select a text from the current cursor position to the beginning of the line? അതൊരു ഷോർട്ട് കട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യണം, അതായത് കറണ്ട് കർസർ പൊസിഷൻ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ. അതായത് നമ്മളിപ്പോൾ ഒരു സെന്റൻസ് എഴുതുകയാണ്, ഞാനിപ്പോൾ ഒരു സെന്റൻസ് എഴുതുകയെന്ന് കരുതുക. ഈ സെന്റൻസിൽ കർസർ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട്, അതായത് കർസർ നിൽക്കുന്ന ആ സ്ഥലം തൊട്ട് സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ആ ഒരു പൊസിഷൻ വരെ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു കുറുക്കുവഴി, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എടുക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കൺട്രോൾ പ്ലസ് ഹോം എന്നാണ്. കൺട്രോൾ പ്ലസ് ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ആൻസർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി പഠിക്കുക. ഒരു കാര്യം ചെയ്ത് നോക്കുക, MHSലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കി പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ഓപ്ഷനിൽ കൺട്രോൾ പ്ലസ് ഹോം ആണ്, ചെയ്ത് നോക്കണേ. കൺട്രോൾ പ്ലസ് ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കർസർ മൂവ് ആകും, പക്ഷെ ഒരു ടെസ്റ്റ് അവിടെ സെലക്ട് ആവത്തില്ല. കർസർ മൂവ് ആയിട്ട് ഫസ്റ്റ് ലൈനിൽ, അതായത് ഇവിടെ വന്ന് നിൽക്കും, പക്ഷെ അവിടെ ഒരു ടെസ്റ്റ് സെലക്ട് ആവത്തില്ല. നമ്മുടെ ഹൈലൈറ്റും കർസർ മൂവ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. കർസർ അവിടെ മൂവ് ആകും, ഫസ്റ്റ് ലൈനിൽ തന്നെ വന്ന് നിൽക്കും, പക്ഷെ എന്ത് സംഭവിക്കില്ല, ആ ഒരു ടെസ്റ്റ് അവിടെ സെലക്ട് ആവുന്നില്ല. നമുക്ക് വേണ്ടത് കറണ്ട് പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യണം, ആ ഒരു ടെസ്റ്റ് അത്രയും സെലക്ട് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഓപ്ഷൻ നമ്മുടെ ആൻസർ യോജിച്ചതാണോ? ഒരിക്കലും അല്ല അല്ലെ. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ഷിഫ്റ്റ് പ്ലസ് ഹോം. അതായത് ഷിഫ്റ്റ് കീ ഞെക്കി നമ്മൾ ഹോം എന്ന് പറയും. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ, കർസർ മൂവ് ആയിട്ട് അത്രയും നമുക്ക് വേണ്ട അത്രയും ലൈൻ അവിടെ സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മളൊരു സെന്റൻസ് ചെയ്ത ഒരു ലൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ കർസർ മൂവ് ആയിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യും. ആ അത്രയും നമുക്ക് വേണ്ട ഭാഗം അത്രയും സ്റ്റാർട്ടിങ് തൊട്ട് അവിടെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഷിഫ്റ്റ് എന്നൊരു പദം യൂസ് ചെയ്യുമ്പോൾ അവിടെ സെലക്ട് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഷിഫ്റ്റ് എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഓർത്ത് വെക്കുക, അവിടെ ഒരു സെലക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഷിഫ്റ്റ് പ്ലസ് ഹോം നോക്കുമ്പോൾ ഓൾറെഡി വന്നു. ഹോം എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്നത്? സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് വരും അല്ലേ. എന്താ ഹോം എന്ന് പറയുമ്പോൾ ഹോമിലേക്ക് ഒരു സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് വരുന്നത്. ഏത് ലൈൻ ആണോ ആ ലൈനിന്റെ അവിടെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടുതൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീയും കൂടെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെലക്ഷൻ പ്രോസസ്സിംഗ് നടക്കും. സ്റ്റാർട്ടിങ് തൊട്ടുള്ള ആ ലൈൻ അവിടെ പ്ലസ് ആവുകയും ചെയ്യും. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അടുത്തത് എന്താ? കൺട്രോൾ എ ആണ്. കൺട്രോൾ എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ എഴുതിയ അത്രയും ഡോക്യുമെന്റിലുള്ള, അതൊരു പാരഗ്രാഫ് അല്ല സെലക്ട് ആവുന്നത്. നമ്മൾ ആ ഒരു ഡോക്യുമെന്റിൽ എന്തൊക്കെ സ്ലൈഡിൽ ഏതൊക്കെ എഴുതിയിട്ടുണ്ടോ അത്രയും സ്ലൈഡ്സ് അവിടെ സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു 3 സ്ലൈഡിനകത്ത് ഞാൻ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 3 സ്ലൈഡിനകത്ത് കാര്യങ്ങൾ എഴുതി. ഞാൻ ഇവിടെ കർസർ വെച്ചു, കൺട്രോൾ എ ഞെക്കി, 3 സ്ലൈഡിലുള്ള കാര്യങ്ങളും അവിടെ സെലക്ട് ആവും. ഫുള്ളി ഡോക്യുമെന്റ് അവിടെ സെലക്ട് ആവുകയും ചെയ്യുന്നത്. നമുക്ക് ഫുൾ ഡോക്യുമെന്റ് സെലക്ട് ആവണമെന്ന് ചോദിച്ചിട്ടില്ല അല്ലേ. നമ്മൾ ചോദിച്ചത് കറണ്ട് കർസർ പൊസിഷൻ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ. കറണ്ട് കർസർ എവിടെ നിൽക്കുന്നു, അതിന്റെ ബിഗിനിങ് ഓഫ് ദ ലൈൻ തൊട്ടുള്ള ടെസ്റ്റ് എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടാൽ മതി. അപ്പൊ ഒരു ടിപ്പ് കിട്ടി. ഏതാ നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി. ചെയ്ത് നോക്കണേ, ഇത് തന്നെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, കൺട്രോൾ പ്ലസ് ഹോം എന്താ, മൂവ്സ് ദ കർസർ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ. ദ ഡോക്യുമെന്റ് ബിഗിനിങ്ങിൽ വരും. ഹോമിന്റെ അർത്ഥം എന്താ, ഒരു കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഹോമിൽ നിൽക്കുമ്പോൾ ബിഗിനിങ്ങിൽ വരും, പക്ഷെ അവിടെ ടെസ്റ്റ് ഒന്നും സെലക്ട് ആവത്തില്ല. അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്? ഷിഫ്റ്റ് പ്ലസ് ഹോം, അതായത് സെലക്ട് എ ടെസ്റ്റ് ഫ്രം ദ കറണ്ട് കർസർ പൊസിഷൻ ടു ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് ലൈൻ. കറണ്ട് ലൈനിൽ എവിടെയാണോ അത്രയും ലൈൻ ബിഗിനിങ്ങിൽ ചെന്നിട്ട് അതോടെ സെലക്ട് ആവുകയും ചെയ്യുന്നത്. നമ്മുടെ ആൻസർ ആയിട്ടുള്ളത് ഏതായിരിക്കും? ഷിഫ്റ്റ് പ്ലസ് ഹോം ആയിരിക്കും. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ഹോം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, മൂവ്സ് ദ കർസർ ടു ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് ലൈൻ. കറണ്ട് ലൈനിലോട്ട് ബിഗിനിങ്ങിലേക്ക് മൂവ് ചെയ്യും, പറ്റി അവിടെ ഒന്നും ഡേറ്റാസ് സെലക്ട് ആവുന്നില്ല. കൺട്രോൾ പ്ലസ് ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അവിടെ കർസർ മൂവ് ആവുന്നുണ്ട്, പക്ഷേ ഡേറ്റാസ് ഒന്നും സെലക്ട് ആവുന്നുണ്ടാവില്ല. അടുത്ത എന്താ? കൺട്രോൾ എ എന്താ, സെലക്ട് ചെയ്ത എൻട്രി ഡോക്യുമെന്റ്, തന്നിട്ടുള്ള എല്ലാ ഡോക്യുമെന്റും അവിടെ സെലക്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഹോം ഉദ്ദേശിക്കുന്നത് എന്താ,
മൂവ്സ് ദ കർസർ ടു ദ ബിഗിനിങ് ഓഫ് ദ കറണ്ട് ലൈൻ. അതായത് കറണ്ട് ലൈനിലുള്ള മൂവ് ചെയ്യുന്നത് ഹോമിലായാലും കൺട്രോൾ പ്ലസ് ഹോം ഞെക്കിയാലും കർസർ മൂവ് ആകും. പക്ഷെ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കർസർ മൂവ് ആകുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ഉണ്ട്. കർസർ മൂവ് ആയി മാത്രം പോരാ, ഒരു ഒരു ലൈൻ കറണ്ട് ലൈൻ ഫുള്ള് സെലക്ട് ആവുക ചെയ്യേണ്ടത്. കൺട്രോൾ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയല്ലേ, നമുക്കൊരു 3 സ്ലൈഡിൽ ഞാൻ 3 ഡോക്യുമെന്റ്സ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി എന്താവും, കൺട്രോൾ എ നിൽക്കുമ്പോൾ ഫുൾ ഡോക്യുമെന്റ് അവിടെ സെലക്ട് ആവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിൽ ചോദിക്കുന്നത് വിച്ച് ഷോർട്ട് കട്ട് ഇസ് യൂസ്ഫുൾ ഫോർ ദ റീച്ചിങ് ദ ലാസ്റ്റ് പൊസിഷൻ ഓഫ് ദ ഡോക്യുമെന്റ് ക്വിക്ലി. അതായത് നമുക്കിപ്പോ ഞാനൊരു ഡോക്യുമെന്റ് എഴുതി, ഞാനൊരു ഡോക്യുമെന്റ് എഴുതി തീർത്തു, പെട്ടെന്നെല്ലാം എഴുതി തീർത്തു. എനിക്ക് ഇതിന്റെ ലാസ്റ്റ് ലൈനിലോട്ട് പെട്ടെന്ന് എത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ, നമ്മൾ കർസർ മൂവ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് പോകും. അല്ലെ നമ്മുടെ കീബോർഡിലുള്ള ലാസ്റ്റ് ബട്ടണില്ല, നമ്മുടെ ആരോ കീ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരാൻ നോക്കും. അത് എത്ര നേരം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിലും എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്നാ എൻഡ് കീ. ഓക്കെ, എല്ലാവരും വിചാരിക്കും ഓക്കെ എൻഡ് കീ ആയിരിക്കാം നമ്മുടെ ആൻസർ, എൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേഗം താഴോട്ട് വരുമല്ലോ എന്ന്. ഒരിക്കലും വരില്ല. എൻഡ് കീ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ലൈനിന്റെ ഏറ്റവും അറ്റത്ത്, അതായത് ഇപ്പൊ ഇവിടെ ഒരു ലൈൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലൈനിന്റെ അവസാനമായിരിക്കും ഒന്നെത്തുക. എൻഡ് കീ നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് വേണ്ടത് ഏറ്റവും ഡോക്യുമെന്റിന്റെ എൻഡിൽ താഴെയാണ് വരേണ്ടത്. അടുത്ത എന്താ, കൺട്രോൾ എൻഡ് ആണ്. കൺട്രോൾ എൻഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് 3 സ്ലൈഡാ വരുന്നെങ്കിൽ ഈ ആദ്യ സ്ലൈഡിന്റെ ഏറ്റവും താഴെ വരത്തുള്ളൂ. നമുക്ക് ഫുൾ ഡോക്യുമെന്റിന്റെ അവസാനമാണ് കാണേണ്ടത്. ഞാൻ ഫുൾ ഡോക്യുമെന്റ് 3ാമത്തെ സ്ലൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത് എനിക്ക് കാണണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൺട്രോൾ പ്ലസ് എൻഡ് അടിക്കുമ്പോൾ താഴോട്ട് വരും. അതായത് ഫസ്റ്റ് സ്ലൈഡിന്റെ ഏറ്റവും താഴത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്, ഷിഫ്റ്റ് പ്ലസ് എൻഡ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഷിഫ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, അവിടെ ഒരു സെലക്ഷൻ ആണ് നടക്കുന്നത്. ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഒരു സെലക്ട് ചെയ്യുന്നത്, ഒരു ഡോക്യുമെന്റിനെ സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഷിഫ്റ്റ് പ്ലസ് എൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ, സെലക്ഷൻസ് നടന്ന ഏത് ഡോക്യുമെന്റ് ആണ് പോകുന്നത്, ഏറ്റവും താഴെയായിട്ട് എൻഡിൽ വന്നത് നിൽക്കും. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്, കൺട്രോൾ സി ആണല്ലേ. കൺട്രോൾ സി ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞു, ഈ സെലക്ട് എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സി യൂസ് ചെയ്യുന്നത്. കൺട്രോൾ പ്ലസ് വി ക്ലിക്കുമ്പോൾ എന്തുണ്ടാവും, സെലക്ട് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ കോപ്പി ആവും. എന്നിട്ട് കൺട്രോൾ പ്ലസ് വി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്ത വാക്ക് ദേ ഇവിടെ വരും. ഓക്കെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ കഴ്സർ കൊണ്ടുവന്നിട്ട് കൺട്രോൾ പ്ലസ് വി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ കോപ്പി ചെയ്ത് വെച്ച വാക്കവിടെ പേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൺട്രോൾ സിയും കൺട്രോൾ വിയും എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഷോർട്ട് കട്ട് ഇസ് യൂസ്ഫുൾ ഫോർ ദ റീച്ചിങ് ദ ലാസ്റ്റ് പൊസിഷൻ ഓഫ് ദ ഡോക്യുമെന്റ് ക്വിക്ലി. അതായത് നമുക്ക് 3 ഡോക്യുമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തേക്ക് നമുക്ക് വരണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് 4 ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിലും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ആ ഒരു ആൻസർ ഏതാ നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ എൻഡ് ആണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എൻഡ് ആയിരിക്കുമല്ലോ, കാരണം എൻഡിൽ ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡോക്യുമെന്റിന്റെ അവസാനം വരുമല്ലോ നമ്മൾ കരുതും. എൻഡിൽ ക്ലിക്ക് ചെയ്ത ആ ഒരു ലൈനിന്റെ ബിഗിനിങ്, നമ്മൾ ഫസ്റ്റ് ലൈനിന്റെ എൻഡിങ്ങിൽ മാത്രം വന്ന് കഴ്സർ നിൽക്കും. അത്രേ ഉള്ളൂ എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏറ്റവും താഴെ നമുക്ക് ഡോക്യുമെന്റ് ഏറ്റവും അവസാനമായിട്ട് എൻഡ് എന്ന് പറയുന്ന ആ ഒരു ആൻസറിനെ ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്, ഓപ്ഷൻ ബി, അതായത് കൺട്രോൾ പ്ലസ് എൻഡ്. നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലസ് എൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കഴ്സർ വന്ന് നിൽക്കും. അപ്പൊ നമുക്കറിയാൻ സാധിക്കും ഞാൻ അവസാന സ്ലൈഡിൽ എന്താണ്, അവസാന പാരഗ്രാഫിൽ ഏത് വാക്കാണ് എഴുതിയിരിക്കുന്നത് എല്ലാം അറിയാൻ സാധിക്കും കൺട്രോൾ പ്ലസ് എൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് സൈഡ് വഴി ചെയ്ത് നോക്കാനും ശ്രമിക്കണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കണം അല്ലേ. ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യാതെ പഠിക്കാതെ ചെയ്ത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്, ഓപ്ഷൻ സി. അതാ
ഷിഫ്റ്റ് പ്ലസ് എൻഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? അവിടെ ഒരു സെലക്ഷനാണ് നടക്കുന്നത് അല്ലേ? നമ്മുടെ ഏറ്റവും അവസാനം അതിൽ സെലക്ട് ചെയ്ത് താഴോട്ട് വരിക ചെയ്യുന്നത്. അത്രയും ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ട് താഴോട്ട് വരിക ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഷിഫ്റ്റ് പ്ലസ് എൻഡ് കീ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്നത്. അടുത്തത് എന്താ? കൺട്രോൾ പ്ലസ് സി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ ഒരു വാക്ക് കോപ്പി ചെയ്യും. ഓക്കെ, അവിടെ ഒരു വാക്കിനെ കോപ്പി ചെയ്യുകയാണ് സി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ സെലക്ട് എന്ന് പറയുന്ന ഒരു വേർഡിനെ കൺട്രോൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇവിടെ വന്ന് കർസർ ഞെക്കിയിട്ട് കൺട്രോൾ പ്ലസ് വി എന്ന് ഞെക്കുമ്പോൾ അവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ തന്നെയാണ് 2 ആൻസർ പഠിച്ചു. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനും കൺട്രോൾ പ്ലസ് വി എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ചെയ്യാനായിരിക്കും. ഓൾറെഡി അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം, എങ്കിലും അറിഞ്ഞിരിക്കുക എന്താണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? മൂവ്സ് ദ കർസർ ടു ദ എൻഡ് ഓഫ് ദ കറണ്ട് ലൈൻ യു ആർ ദ വർക്കിംഗ് ഓൺ. നമ്മൾ ഏത് ലൈനിലാണ് വർക്ക് ചെയ്യുന്ന ആ ഒരു ലൈനിന്റെ എൻഡിൽ വന്ന് നിൽക്കും, അത്രേ ഉള്ളൂ. മൂവ് എൻഡ് എന്ന് പറയുന്ന ആ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പക്ഷെ നമ്മൾ മണ്ടത്തരം കാണിച്ച് എൻഡ് കീ ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും അത് ആൻസർ ആയിട്ട് വരില്ല. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? കൺട്രോൾ പ്ലസ് എൻഡ്. എന്താ നടക്കുന്നത്? മൂവ്സ് ദ കർസർ ഇൻസ്റ്റന്റ്ലി ടു ദ എവറി എൻഡ് ഓഫ് ദ എൻട്രി ഡോക്യുമെന്റ്. നമ്മൾ എഴുതുന്ന ഡോക്യുമെന്റ് ഏറ്റവും അവസാനം എൻഡിൽ വന്നത് നിൽക്കും. അടുത്ത ഓപ്ഷൻ എന്താ കിടക്കുന്നത്? ഷിഫ്റ്റ് പ്ലസ് എൻഡ്. സെലക്ട് ഹൈലൈറ്റ്, അതായത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് ഫ്രം ദ യുവർ കറണ്ട് കർസർ പൊസിഷൻ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ. എഴുതിക്കൊണ്ടിരുന്ന ലൈനിന്റെ എൻഡിൽ വന്ന് നിൽക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ ഷിഫ്റ്റ് എൻഡ് എന്താണെന്ന്. ഓൾറെഡി ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് തന്നെയാണ് നടക്കുന്നത്. ഒരു ഇവിടെ ഇപ്പൊ നമ്മളിവിടെ കർസർ വന്ന് നിൽക്കും, ഇതിന്റെ എൻഡിൽ വന്ന് അത് സെലക്ട് ആവുകയും ചെയ്യുന്നത്. അടുത്ത എന്താ? കൺട്രോൾ പ്ലസ് സി എന്താ? യൂസ് ടു ദ കോപ്പി ഇത് സെലക്ട് ടെസ്റ്റ് ഓഫ് ദ ഐറ്റം ഒരു ക്ലിപ്പോർഡ്. നമ്മൾ ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൺട്രോൾ പ്ലസ് സി നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഓപ്പൺസ് ദ ഫയൽ മെനു ഇൻ ദ കറണ്ട് ഡോക്യുമെന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാല്ലേ? എന്താ അടുത്ത ചോദിച്ചിരിക്കുന്നത്? വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഓപ്പൺസ് ഇൻ ദ ഫയൽ മെനു ഇൻ ദ കറണ്ട് പ്രോഗ്രാം. അതായത് നമ്മുടെ ഷോർട്ട് കട്ട് നമ്മുടെ ഫയൽ സിസ്റ്റത്തിനകത്ത് നമ്മുടെ കീബോർഡിനകത്ത് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മുടെ ഫയൽ മെനു ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾട്ട് പ്ലസ് ഇ എന്ന് പറയുന്നുണ്ട്, ഓൾട്ട് പ്ലസ് എഫ് ഉണ്ട്, കൺട്രോൾ പ്ലസ് എഫ് ഉണ്ട്, ലാസ്റ്റ് വേണ്ട F1 എന്നും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് കണ്ട് ഓൾട്ട് പ്ലസ് ഇ എന്നാണ്. ഓൾട്ട് പ്ലസ് ഇ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു എഡിറ്റിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഓൾട്ട് പ്ലസ് ഇ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓൾട്ട് പ്ലസ് ഇ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ചെയ്ത് നോക്കണേ. അടുത്ത ഓപ്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് ഓപ്ഷൻ എ വരില്ല. അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്? ഓൾട്ട് പ്ലസ് എഫ്. ഓൾട്ട് പ്ലസ് എഫ് ഞെക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? നമുക്കൊരു ഫയൽ മെനു, നമുക്ക് വേണ്ട ഒരു ഫയൽ മെനു അവിടെ ഓപ്പൺ ആയി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോയില്ല, പക്ഷെ വാക്കിൽ വ്യത്യാസം വരത്തില്ല. ഈ 2 വാക്കുകളും മാറരുത്. ഓപ്ഷൻ ബിയും സിയും. അതിനകത്ത് നമുക്കൊരു കാര്യം, ഫയൽ ഓപ്പൺ ആക്കണമെങ്കിൽ ഓൾട്ട് പ്ലസ് എഫ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കൺട്രോൾ പ്ലസ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫൈൻഡ് ചെയ്യാനാണ്. അതായത് ഒരു വാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് എഫ് ക്ലിക്ക് ചെയ്യുന്നത്. ഈ 2 വാക്കുകളും മാറിപ്പോകരുത്. ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക, കാണാതെ പഠിക്കാതെ ചെയ്ത് നോക്കി പഠിക്കുക. എന്താണ് ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അടുത്ത F1 എന്ന് ഉദ്ദേശിക്കുന്നത് പല സ്ഥലത്തിലും പല ഉത്തരവാദിത്തങ്ങൾ, പല കാര്യങ്ങളായിരിക്കും F1 ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾട്ട് പ്ലസ് എഫ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കിക്കേ, ഓൾട്ട് പ്ലസ് ഇ എന്താണ്? ഓപ്പൺസ് ദ എഡിറ്റ് മെനു ഇൻ എനി ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ലൈക്ക് എ നോട്ട് പാഡ്, ഓൾഡർ വേർഷൻ ഓഫ് ദ വേർഡ് ഓർ ബ്രൗസർ. നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഓൾട്ട് പ്ലസ് ഇ ക്ലിക്ക് ചെയ്യുന്നത്. ഓൾട്ട് പ്ലസ് എഫ് എന്താണ്? ഓപ്പൺസ് ദ ഫയൽ മെനു ഇൻ ദ കറണ്ട് പ്രോഗ്രാംസ്. നമുക്കൊരു കറണ്ട് പ്രോഗ്രാംസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താ? ഓൾട്ട് പ്ലസ് എഫ് ക്ലിക്ക് ചെയ്താൽ മതി. കൺട്രോൾ എഫ് എന്താണ്? ഓപ്പൺ ചെയ്ത ഫൈൻഡ് ഓർ റിസർച്ച്. നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു വാക്ക് ഫൈൻഡ് ചെയ്യണം, കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. F1 എന്താ? യൂണിവേഴ്സലി ഓപ്പൺസ് ദ ഹെൽപ്പ് മെനു. ഹെൽപ്പ് മെനുവിനാണ് യൂണിവേഴ്സലി യൂസ് ചെയ്യുന്നത്. പല കാര്യത്തിലും പലതിനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു പഠിക്കുക. ഓരോ ഡോക്യുമെന്റിലും എന്തിനാണ് F1 യൂസ് ചെയ്യുന്നത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചോദ്യം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. വിച്ച് ഷോർട്ട് കട്ട് ഓപ്പൺസ് ഇൻ ദ എഡിറ്റ് മെനു ഇൻ ദ കറണ്ട് പ്രോഗ്രാം. അതായത് ഏത് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് കറണ്ട് പ്രോഗ്രാമിൽ എഡിറ്റ് മെനുവിന് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കണം. 4 ഓപ്ഷൻ എന്താ പഠിച്ചിരിക്കുന്നത്? ഫസ്റ്റ് വൺ Alt+F. അതായത് നമ്മൾ ഫസ്റ്റ് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ Alt+F എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Alt+F എന്ന് പറയുന്ന ആ ഒരു കീബോർഡ് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താ? Alt+E. അതായത് എഡിറ്റ് മെനുവിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ Alt+E യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രൗസർ എഡിറ്റ് ചെയ്യാനായിട്ടോ നമ്മുടെ ഇതിൽ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? Alt+E എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്ത എന്താ? Ctrl+E. Ctrl+E എന്ന് പറയുമ്പോൾ നമ്മുടെ MS വേർഡിൽ പല കാര്യത്തിലും പല ഇതാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ MS വേർഡിലൊക്കെ ആണെങ്കിൽ എക്സാമ്പിൾ മാത്രമാണ് MS വേർഡിൽ യൂസ് ചെയ്യുന്ന ഒരു സെന്റർ അലൈൻമെന്റ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഹെഡിങ് എഴുതി വെച്ചിട്ട് ഞാൻ Ctrl+E ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെന്റർ അലൈൻമെന്റിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും Ctrl+E നമ്മുടെ MS വേർഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താ? ഷിഫ്റ്റ് നമ്മുടെ പവർ പോയിന്റിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താ? Ctrl+E ആയിരിക്കും. ഓർത്ത് വെക്കണം കേട്ടോ, ചെയ്ത് നോക്കണേ. അടുത്ത എന്താ? D. അതായത് Shift+E എന്ന് ഉദ്ദേശിക്കുന്ന എന്താ? Shift+E എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ, നമുക്കൊരു നോട്ട് സ്റ്റാൻഡേർഡ് സിസ്റ്റം, അതായത് ഷോർട്ട് കട്ട് അല്ല. ടൈപ്പിംഗ് ഇസ് സിംപ്ലി ടൈപ്സ് എ ക്യാപിറ്റൽ ലെറ്റർ E ക്യാപ് ലോക്ക് ആയിരിക്കും. ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും Shift+E ക്ലിക്ക് ചെയ്യുന്നത്. അതെന്താ? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഷോർട്ട് കട്ട് മെത്തേഡ് അല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അതൊരു പവർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ ഓഫ് ആണെങ്കിൽ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Shift+E ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ 4 ഓപ്ഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഇതിന്റെ അർത്ഥവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് സെലക്ട് ഓൾ ദ ടെക്സ്റ്റ് ഓർ ഐറ്റംസ് ഇൻ എ ഡോക്യുമെന്റ്. അതായത് തന്നിരിക്കുന്ന ഡോക്യുമെന്റിൽ ഏത് ഷോർട്ട് കട്ട് ആണ് എല്ലാ ടെക്സ്റ്റുകളും ഇതിൽ തന്നെ ഒറ്റ ഷോർട്ട് കട്ട് മെത്തേഡിൽ തന്നെ മൊത്തത്തിൽ സെലക്ട് ആവുമെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ നോക്കണം. ഫസ്റ്റ് വൺ Ctrl+S ആണ്. Ctrl+S എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് Ctrl+S എന്ന് പറഞ്ഞാൽ. ഡോക്യുമെന്റിനെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് Ctrl+S എന്ന് ഉദ്ദേശിക്കുന്നത്. Ctrl+A അതാണ് ഒരു ഡോക്യുമെന്റ് ഫുൾ ഓൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് Ctrl+A ക്ലിക്ക് ചെയ്ത് നോക്കണേ. ഓക്കെ, നമ്മൾ Ctrl+A എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യാനായിരിക്കും Ctrl+A ക്ലിക്ക് ചെയ്യുന്നത്. Ctrl+E എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ ഉണ്ടു, അതായത് ഞാനിപ്പോ ഓൾ എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതി, അത് കഴിഞ്ഞിട്ട് ഞാനത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞു. അതിനുശേഷം വീണ്ടും എനിക്ക് ആ ഒരു വാക്ക് വേണമെങ്കിൽ Ctrl+D ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാക്ക് അവിടെ പിന്നെയും വരും. ഓക്കെ, Ctrl+S എന്തിനാ യൂസ് ചെയ്യുന്ന? അണ്ടു. അതായത് ഇപ്പൊ ഞാനിപ്പോ ഓൾ എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതി, ആ വാക്ക് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എനിക്കിത് വീണ്ടും വേണം പറയുമ്പോൾ നമ്മൾ ഏതായിരിക്കും ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി? Ctrl+Z യൂസ് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞത് Ctrl+D ആണ്. ഒരർത്ഥവും വരുന്നില്ല. നമ്മുടെ ആൻസർ ആയിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിട്ട് നമുക്ക് Ctrl+D യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് നമുക്ക് ഒരു ഡോക്യുമെന്റ് ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? Ctrl+A ആയിരിക്കും. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷനുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കണം. ബൈ ഹാർട്ട് ചെയ്യരുത്, എന്താണെന്ന് ചെയ്ത് തന്നെ നോക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വിശദാംശമായിട്ട് നോക്കിക്കേ എന്തൊക്കെയാ പറയുന്നത്. Ctrl+ എന്താ? യൂസ് ടു ദ സേവ് ചെയ്യാനായിരിക്കും. Ctrl+A എന്ന് പറഞ്ഞുള്ള ഡേറ്റ ഡോക്യുമെന്റ് ഫുള്ള് സെലക്ട് ചെയ്യാനായിരിക്കും. അണ്ടു എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് റിസീവ് അത് പുതിയൊരു വാക്കുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അണ്ടു എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് Ctrl+Z യൂസ് ചെയ്യുന്നത്. Ctrl+D എന്ന് വെച്ചാൽ വെബ് ബ്രൗസറിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ബുക്ക് മാർക്കിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ Ctrl+D യൂസ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ ഷോർട്ട് കട്ടിനും പ്രത്യേകതകളുണ്ട്. മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കരുത്. അപ്പൊ നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 5 ക്വസ്റ്റ്യൻസും നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാണ്ട് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അത് തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ തന്നെ വരുന്നുണ്ടോ എന്ന് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ LD ടൈപ്പിസ്റ്റിന്റെ പുതിയ ബാച്ച് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ CCയുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.